Hi all, welcome to Entri Technical. കേരള PSC നടത്തുന്ന വിവിധ ടെക്നിക്കൽ എക്സാമുകൾക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന വിദ്യാർത്ഥികൾക്കായി ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ സീരീസാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത്തരം എക്സാമുകൾക്ക് ഒഴിച്ചുകൂടാനാവാത്തൊരു ടോപ്പിക്കാണ് ബേസിക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ബേസിക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗുമായി ബന്ധപ്പെട്ട അടിസ്ഥാനപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അതിൽ ഉൾക്കൊള്ളുന്നതാണ്. അപ്പോൾ അതിൽ വരുന്ന ഒരു ടോപ്പിക്കായ കംപ്രഷൻ ഇഗ്നീഷൻ എൻജിൻ CI എൻജിൻ, അതായത് നമ്മുടെ ഡീസൽ എൻജിൻ്റെ വർക്കിംഗ്, ഡീസൽ എൻജിൻ്റെ കംപ്രഷൻ റേഷ്യോ, ഡീസൽ എൻജിനും പെട്രോൾ എൻജിനും തമ്മിലുള്ള വ്യത്യാസം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ PSC ഒരുപാട് പ്രാവശ്യം ചോദിച്ച് കണ്ടിട്ടുണ്ട്. അല്ലെങ്കിൽ അതിലൊരുപാട് കൺഫ്യൂഷനുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ ഈ രണ്ട് എൻജിനും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ എന്താണ് വ്യത്യാസം, അപ്പോൾ അത് തെറ്റിപ്പോവാൻ സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം ഭാഗങ്ങളിൽ നിന്ന് ചോദ്യങ്ങൾ കൂടുതലാണ്. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കുന്നത് CI എൻജിൻ എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ്. വൺസ് അഗെയിൻ വെൽക്കം ടു ദി സെഷൻ. ഇൻ ദി ഒപ്പോസ്ഡ് പിസ്റ്റൺ ഡീസൽ എൻജിൻ ദ കമ്പസ്റ്റൻ ചേംബർ ഈസ് ലൊക്കേറ്റഡ്. അപ്പോൾ ചോദ്യം ചോദിച്ചിരിക്കുന്നത് ഒപ്പോസ്ഡ് പിസ്റ്റൺ ഡീസൽ എൻജിൻ, ഒപ്പോസ്ഡ് പിസ്റ്റൺ എൻജിനാണ്. അങ്ങനെയാണ് എങ്കിൽ അതിലെ കമ്പസ്റ്റൻ ചേംബർ എവിടെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ ഓപ്ഷൻസ് ഗിവൺ ആർ എബവ് ദ പിസ്റ്റൺ, പിസ്റ്റണ് മുകളിലാണ്, ബിലോ ദ പിസ്റ്റൺ, പിസ്റ്റണ് താഴെയാണ്, ബിറ്റ്വീൻ ദ പിസ്റ്റൺസ്, ഡി എനിവെയർ. ലാസ്റ്റ് ഓപ്ഷൻ തന്നിരിക്കുന്നത് എവിടെ വേണമെങ്കിലും ആവാം എന്നാണ് തന്നിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ എൻജിൻ്റെ വർക്കിംഗ് ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് എൻജിനുകളുണ്ട്. ഇപ്പോൾ ഹൊറിസോണ്ടൽ എൻജിനുകളുണ്ട്, വെർട്ടിക്കൽ എൻജിനുകളുണ്ട്, ഇൻക്ലൈൻഡ് എൻജിനുകളുണ്ട്, ഒപ്പോസിങ് പിസ്റ്റൺ എൻജിനുകളുണ്ട്, ഒപ്പോസിങ് സിലിണ്ടർ എൻജിനുകളുണ്ട്. അപ്പോൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് എൻജിനുകളുണ്ട് ബേസ്ഡ് ഓൺ ദി അറേഞ്ച്മെൻറ്റ് ഓഫ് ദെയർ പിസ്റ്റൺ ആൻഡ് സിലിണ്ടർ. ഓക്കെ, അപ്പോൾ അതിൽ വരുന്നൊരു തരമാണ് ഒപ്പോസ്ഡ് പിസ്റ്റൺ എൻജിൻ. യു ക്യാൻ സീ ആൻ എൻജിൻ ഹിയർ. നിങ്ങൾക്കൊരു എൻജിൻ ഇവിടെ കാണാൻ സാധിക്കും. അപ്പോൾ അവിടെ പിസ്റ്റണുകൾ, ദെയർ പിസ്റ്റൺസ് ആർ ഒപ്പോസ്ഡ് ഹിയർ. പിസ്റ്റണുകൾ ഒപ്പോസിങ് പിസ്റ്റണുകളാണ് അല്ലേ. ഈ പിസ്റ്റൺ ഇടക്ക് കമ്പസ്റ്റൻ നടക്കുന്നത്, ഇപ്പോൾ ഇവിടെ ഡീസൽ എൻജിൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്, അതുകൊണ്ട് എയറിനെ കംപ്രസ് ചെയ്തതിന് ശേഷം ഫ്യൂവലിനെ ഇഞ്ചെക്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് നടക്കുന്നത് ദാറ്റ് ഹാപ്പൻസ് ബിറ്റ്വീൻ ദി പിസ്റ്റൺസ് അല്ലേ. അപ്പോൾ അതുകൊണ്ട് കമ്പസ്റ്റൻ ചേംബറിലാണ് ആ കാര്യം നടക്കുന്നത്. സോ നമ്മളോട് ചോദിച്ച ചോദ്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ, ദി ഒപ്പോസ്ഡ് പിസ്റ്റൺ ഡീസൽ എൻജിൻ ദ കമ്പസ്റ്റൻ ചേംബർ ഈസ് ലൊക്കേറ്റഡ് ബിറ്റ്വീൻ ദി പിസ്റ്റൺ, പിസ്റ്റണുകൾക്കിടയിലാണ് അതിൻ്റെ കമ്പസ്റ്റൻ ചേംബർ. നമ്മൾ കൃത്യമായി കണ്ടു കഴിഞ്ഞു. നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ, ഇൻക്രീസിങ് ദി കംപ്രഷൻ റേഷ്യോ ബിയോണ്ട് എ സർട്ടെയിൻ ലിമിറ്റ്. കംപ്രഷൻ റേഷ്യോ ഒരു പരിധിയിൽ കൂടുതൽ കൂട്ടിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഡീസൽ എൻജിനുകൾക്ക് നമുക്കറിയാം ദേ ആർ ഹാവിങ് ഹയർ കംപ്രഷൻ റേഷ്യോ ആസ് കമ്പയർഡ് ടു എ പെട്രോൾ എൻജിൻ. അപ്പോൾ 14:22 വരെയാണ് ഡീസൽ എൻജിനുകളുടെ കംപ്രഷൻ റേഷ്യോ. അപ്പോൾ ഇവിടെ കംപ്രഷൻ റേഷ്യോ ഒരു പരിധിയിൽ കൂടുതലായി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുക എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് തന്നിരിക്കുന്നു. ഡിലേ ഇൻ ഫ്യൂവൽ ബേണിംഗ്, ഫ്യൂവൽ കത്തുന്നതിൽ ഡിലേ ഉണ്ടായിരിക്കും. ഓപ്ഷൻ ബി തന്നിരിക്കുന്നു, എൻജിൻ നോക്കിംഗ്, എൻജിന് നോക്കിംഗ് ഉണ്ടാകും. ഇനി എക്സസീവ് ഹീറ്റ് ഇൻ ദി എൻജിൻ, എൻജിനിൽ കൂടുതൽ എക്സസീവ് ആയിട്ടുള്ള ഹീറ്റ് ജനറേറ്റ് ചെയ്യപ്പെടുമെന്ന് പറയും. ഓപ്ഷൻ തന്നിരിക്കുന്നു ഹൈ ഫ്യൂവൽ കൺസംഷൻ ആണ്, ഫ്യൂവൽ കൺസംഷൻ, ഫ്യൂവൽ ഉപയോഗിക്കുന്നത് കൂടുതലായിരിക്കും. കംപ്രഷൻ റേഷ്യോ എന്താണ് എന്ന് നമ്മൾ ഇതിന് തൊട്ട് മുമ്പുള്ള വീഡിയോയിൽ ഡീറ്റെയിൽ ആയി എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. സോ ഇൻ കേസ് ഓഫ് ഡീസൽ എൻജിൻ, ഇഫ് കംപ്രഷൻ റേഷ്യോ ഈസ് എക്സീഡഡ് or increased beyond a limit, it will lead to engine knocking. അപ്പോൾ എൻജിനിലുണ്ടാകുന്ന ഒരു അൺവാണ്ടഡ് സൗണ്ടാണ് എൻജിൻ നോക്കിംഗ്. കംപ്രഷൻ റേഷ്യോ കൂടിക്കഴിഞ്ഞാൽ എൻജിൻ നോക്കിംഗ് ഉണ്ടാകും. എന്താണ് നോക്കിംഗ് എന്ന് നമുക്കൊന്ന് നോക്കാം. ദ ഫ്യൂവൽ വിച്ച് ഹാസ് ലോങ് ഇഗ്നിഷൻ ഡിലേ അക്യുമുലേറ്റ്സ് ഇൻ ദി എൻജിൻ വിച്ച് അണ്ടർഗോസ് എക്സ്പ്ലോസീവ് കമ്പസ്റ്റൻ റിസൾട്ടിങ് ഇൻ ഡീസൽ. ഇഗ്നീഷൻ ഡിലേ കൂടിയ ഫ്യൂവലുകൾ അത് ഇഞ്ചെക്റ്റ് ചെയ്യുമ്പോൾ തന്നെ അത് കത്തുന്നില്ല. ഇഗ്നീഷൻ ഡിലേ ഉണ്ട്, ഇഞ്ചെക്റ്റ് ചെയ്തതിന് ശേഷം ഒരു ഡിലേ പീരീഡ് കഴിഞ്ഞതിന് ശേഷമാണ് അത് ബേൺ ചെയ്യുന്നത്. അപ്പം അത്തരം ഫ്യൂവലുകൾ അത് സിലിണ്ടറിനുള്ളിൽ അക്യുമുലേറ്റ് ചെയ്യുകയും
ഒരുമിച്ച് ഒറ്റയടിക്ക് കത്തുകയും ചെയ്യുന്നു കുറച്ച് നേരം കഴിയുമ്പോൾ. സോ ഇറ്റ് വിൽ റിസൾട്ട് ഇൻ ഡീസൽ നോക്കിംഗ്. അപ്പോൾ നോക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സഡൻ ആയിട്ടുണ്ടാകുന്ന അല്ലെങ്കിൽ യൂണിഫോം കമ്പസ്റ്റൻ നടക്കാത്തത് കൊണ്ടുണ്ടാകുന്ന പ്രഷർ വേവുകൾ കാരണം എഞ്ചിനിൽ ഉണ്ടാകുന്ന ഒരു സൗണ്ടാണ് നോക്കിംഗ്. ഇപ്പോൾ കംപ്രഷൻ റേഷ്യോ ഒരു പരിധിയിൽ കൂടുതലായി കഴിഞ്ഞാൽ ദാറ്റ് വിൽ ലീഡ് ടു നോക്കിംഗ്. അടുത്ത ചോദ്യം, ഇപ്പോൾ ഒരു ഡീസൽ എൻജിൻ അല്ലെങ്കിൽ ഡീസൽ ഫ്യൂവൽ അതിനെ സംബന്ധിച്ച് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. സീറ്റൈൻ നമ്പർ ഓഫ് എ ഫ്യൂവൽ ഈസ് എ മെഷർ ഓഫ് ഇറ്റ്സ്. സീറ്റൈൻ നമ്പർ എന്താണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സീറ്റൈൻ നമ്പർ എന്താണ്, അല്ലെങ്കിൽ ഇറ്റ്സ് എ മെഷർ ഓഫ്. അപ്പോൾ ഓപ്ഷൻസ് തന്നിരിക്കുന്നു. ഓപ്ഷൻ എ വിസ്കോസിറ്റി, ഓപ്ഷൻ ബി വൊളറ്റിലിറ്റി, ഓപ്ഷൻ സി ഇഗ്നീഷൻ ക്വാളിറ്റി, ഓപ്ഷൻ ഡി API സ്പെസിഫിക് ഗ്രാവിറ്റി. ഇതാണ് സീറ്റൈൻ നമ്പർ എന്ന് നമുക്ക് ആദ്യം ഒന്ന് നോക്കാം. സീറ്റൈൻ നമ്പർ. Cetane number is an indicator of the combustion speed of diesel fuel and compression needed for ignition. അപ്പോൾ ഒരു ഫ്യൂവൽ കത്തുന്നതിൻ്റെ സ്പീഡ് അല്ലെങ്കിൽ ഈസിനെസ് ഓഫ് ബേണിംഗ് ഓഫ് ദാറ്റ് ഫ്യൂവൽ, ഇതിനെയാണ് നമ്മൾ സീറ്റൈൻ നമ്പർ ഉപയോഗിച്ച് മെൻഷൻ ചെയ്യുന്നത്. ഫ്യൂവൽസ് വിത്ത് ലോവർ സീറ്റൈൻ നമ്പർ ഹാവ് ലോങ്ങർ ഇഗ്നീഷൻ ഡിലേ. അപ്പോൾ ഒരു ഫ്യൂവൽ അതിന് സീറ്റൈൻ നമ്പർ കുറവാണ് എങ്കിൽ അതിന് ഇഗ്നീഷൻ ഡിലേ കൂടുതലായിരിക്കും. അതായത് ആ ഫ്യൂവലിനെ ഒരു ഹൈ കംപ്രസ്ഡ് എയറിലേക്കാണ് ഇഞ്ചക്ട് ചെയ്യുകയാണെങ്കിൽ അവിടെ അതിനെ ഇഞ്ചക്റ്റ് ചെയ്ത് കഴിഞ്ഞ് കുറച്ച് സമയം ഒരു ഡിലേ പീരീഡ് കഴിഞ്ഞതിന് ശേഷമേ അത് ബേൺ ചെയ്യുകയുള്ളൂ. ഇനി അത് ലോവർ സീറ്റൈൻ നമ്പറുള്ള വാല്യൂ ആണെങ്കിൽ ആ ഡിലേ പീരീഡ് എന്ന് പറയുന്നത് ഇൻക്രീസ് ചെയ്യും. ഓക്കെ, സോ റിക്വയർസ് മോർ ടൈം ഫോർ ഫ്യൂവൽ കമ്പസ്റ്റൻ പ്രോസസ് ടു ബി കംപ്ലീറ്റഡ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡിലേ പീരീഡ് കൂടുകയാണെങ്കിൽ കമ്പസ്റ്റൻ പ്രോസസ്സ് നടന്നു കഴിയാൻ കൂടുതൽ സമയമെടുക്കും. സോ വി ക്യാൻ സേ എ ഗുഡ് ഫ്യൂവൽ ഷുഡ് ഹാവ് എ ഹയർ സീറ്റൈൻ നമ്പർ. സീറ്റൈൻ നമ്പർ കൂടുതലാണ് എങ്കിൽ ഇഗ്നീഷൻ ഡിലേ കുറവായിരിക്കും, അതുകൊണ്ട് തന്നെ നോക്കിംഗ് ഉണ്ടാവില്ല. സോ വി ഹാവ് സീൻ ദാറ്റ് സീറ്റൈൻ നമ്പർ ഓഫ് എ ഫ്യൂവൽ ഈസ് എ മെഷർ ഓഫ് ഇറ്റ്സ് ഇഗ്നീഷൻ ക്വാളിറ്റി. ഇഗ്നീഷൻ ക്വാളിറ്റിയെയാണ് സീറ്റൈൻ നമ്പർ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അടുത്ത ചോദ്യവും സീറ്റൈൻ നമ്പറുമായി ബന്ധപ്പെട്ടാണ്. സീറ്റൈൻ നമ്പറുമായി ബന്ധപ്പെട്ട് ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ച് കണ്ടിട്ടുണ്ട്. സോ ലോ സീറ്റൈൻ ഫ്യൂവൽ ഇംപ്ലൈസ് ദാറ്റ്. ലോ സീറ്റൈൻ ഫ്യൂവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഓപ്ഷൻസ് തന്നിരിക്കുന്നു. ഇറ്റ് ടേക്സ് ലോങ്ങർ ടൈം ടു ഇഗ്നൈറ്റ്, ഇറ്റ് ടേക്സ് ലെസ്സർ ടൈം ടു ഇഗ്നൈറ്റ്, കുറച്ച് സമയത്തിനുള്ളിൽ ബേൺ ചെയ്യും. ഇഗ്നൈറ്റ് ആസ് സൂൺ ആസ് ഇറ്റ് എൻറ്റേഴ്സ് ദി സിലിണ്ടർ, സിലിണ്ടറിൽ എത്തുമ്പോൾ തന്നെ അത് ബേൺ ചെയ്യും. ബോത്ത് ബി ആൻഡ് സി, ബിയും സിയും ശരിയാണ്. ഇവയൊക്കെയാണ് നമുക്ക് തന്നിരിക്കുന്ന ഓപ്ഷനുകൾ. അപ്പോൾ നമ്മൾ ഓൾറെഡി കണ്ടു എന്താണ് സീറ്റൈൻ നമ്പർ. സീറ്റൈൻ നമ്പർ കൂടിയാൽ എന്ത് സംഭവിക്കും, കുറഞ്ഞാൽ എന്ത് സംഭവിക്കും. സോ ദ ആൻസർ ഈസ് ഇഫ് ദ സീറ്റൈൻ നമ്പർ ഈസ് ലോ ഇറ്റ് ടേക്സ് ലോങ്ങർ ടൈം ടു ഇഗ്നൈറ്റ്. അപ്പോൾ സീറ്റൈൻ നമ്പർ കുറവാണ് എങ്കിൽ അവിടെ ഇഗ്നീഷൻ ഡിലേ കൂടുതലായിരിക്കും, അത് തന്നെ അവിടെ കമ്പസ്റ്റൻ നടക്കാൻ സമയം കൂടുതലെടുക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സീറ്റൈൻ നമ്പർ ഓഫ് ഡീസൽ ഫ്യൂവൽ ഈസ് എ മെഷർ ഓഫ്. അപ്പോൾ ഓപ്ഷൻസ് തന്നിരിക്കുന്നു. വൊളറ്റിലിറ്റി, വിസ്കോസിറ്റി, ഡിലേ പീരിയഡ്, സ്പെസിഫിക് ഗ്രാവിറ്റി. അപ്പോൾ ഇവിടെ നമുക്ക് ഓപ്ഷനുകൾ കണ്ടു കഴിഞ്ഞാൽ തന്നെ അറിയാം ഇറ്റ്സ് എ മെഷർ ഓഫ് ദി ഡിലേ പീരിയഡ് അല്ലേ. സീറ്റൈൻ നമ്പർ ഇഗ്നീഷൻ ക്വാളിറ്റി ആണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഇറ്റ് ഓൾസോ ഇൻഡിക്കേറ്റ്സ് ദി ഡിലേ പീരിയഡ്. അപ്പോൾ സീറ്റൈൻ നമ്പർ കൂടുതലാണ് എങ്കിൽ ഡിലേ പീരിയഡ് കുറവായിരിക്കും, സീറ്റൈൻ നമ്പർ കുറവാണ് എങ്കിൽ ഡിലേ പീരിയഡ് കൂടുതലായിരിക്കും. അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദി ഫോളോയിങ് നമ്പർ ഈസ് യൂസ്ഡ് ടു ഇൻഡിക്കേറ്റ് ഇഗ്നീഷൻ ക്വാളിറ്റി ഓഫ് ഡീസൽ ഫ്യൂവൽ. അപ്പോൾ നമുക്ക് ഓൾറെഡി ഇപ്പോൾ ഇതിന് ഉത്തരം കൃത്യമായി അറിയാം. അപ്പോൾ കൃത്യമായ ഉത്തരം അറിയാമെങ്കിൽ നമ്മൾ ഓപ്ഷൻസ് എല്ലാവരും വായിച്ച് നോക്കുന്നത് നല്ലതാണ്. ഇപ്പോൾ സീറ്റൈൻ നമ്പർ, ഒക്ടെയ്ൻ നമ്പർ, റാൻഡം നമ്പർ, നൺ ഓഫ് ദീസ്. അപ്പോൾ നമുക്ക് ഉറപ്പിച്ച് പറയാം സീറ്റൈൻ നമ്പർ ഈസ് ദ നമ്പർ വിച്ച് ഇൻഡിക്കേറ്റ് ഇഗ്നീഷൻ ക്വാളിറ്റി ഓഫ് ഡീസൽ ഫ്യൂവൽ. നമ്മൾ ആകെ സീറ്റൈൻ നമ്പർ എന്താണെന്ന് മാത്രമേ നോക്കിയുള്ളൂ, പക്ഷേ നമുക്ക് അതിൽ നിന്നും ഒരു കൂട്ടം ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടി അല്ലേ. അപ്പോൾ സീറ്റൈൻ നമ്പർ കൂടുതലാണ് എങ്കിൽ ഇഗ്നീഷൻ ഡിലേ കുറവായിരിക്കും, സീറ്റൈൻ നമ്പർ കുറവാണ് എങ്കിൽ ഇഗ്നീഷൻ ഡിലേ കൂടുതലായിരിക്കും,
ഇനി ഇറ്റ് ഇൻഡിക്കേറ്റ്സ് ദി ക്വാളിറ്റി ഓഫ് ഡീസൽ ഫ്യൂവൽ അല്ലേ. ഈ കാര്യങ്ങളെല്ലാം നമുക്ക് CTI നമ്പർ എന്ന് പറയുന്ന ഒറ്റ കാര്യം പഠിച്ചതിൽ നിന്നും ഉത്തരം കിട്ടിയതാണ്. അടുത്തൊരു ചോദ്യം, ഇൻ ഡീസൽ എൻജിൻസ് ദ ഡ്യൂറേഷൻ ബിറ്റ്വീൻ ദ ടൈം ഓഫ് ഇഞ്ചക്ഷൻ ആൻഡ് ഇഗ്നീഷൻ ഇസ് നോൺ ആസ്. ഇപ്പോൾ നമ്മൾ CTI നമ്പർ പഠിച്ചപ്പോൾ അതിൻ്റെ കൂടെ കേട്ട ഒരു കാര്യമാണിത്. പ്രീ ഇഗ്നീഷൻ പീരിയഡ്, ഡിലേ പീരിയഡ്, ഇഗ്നീഷൻ പീരിയഡ്, ബേണിംഗ് പീരിയഡ്. ഇപ്പോൾ എന്താണ് ഇഗ്നീഷൻ ഡിലേ എന്ന് നമുക്ക് നോക്കാം. സോ ഇഗ്നീഷൻ ഡിലേ ഇൻ ഡീസൽ എൻജിൻ ഈസ് ടൈം ഇൻ്റർവെൽ ബിറ്റ്വീൻ start of injection and the start of combustion. So it is the time difference between or start of injection and start of combustion. ഇപ്പോൾ ഒരു ഡീസൽ എൻജിനിൽ ഹൈലി കംപ്രസ്ഡ് ആയിട്ടിരിക്കുന്ന എയറിലേക്ക് ഇഞ്ചക്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ ആ എയറിൻ്റെ ടെമ്പറേച്ചർ കൊണ്ടാണ് ഡീസൽ ഫ്യൂവൽ ബേൺ ചെയ്യുന്നത്. ഓക്കെ, അതിൻ്റെ സെൽഫ് ഇഗ്നീഷൻ ടെമ്പറേച്ചർ ആകുമ്പോൾ അത് ഓട്ടോമാറ്റിക്കായി ബേൺ ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ ഇപ്പോൾ ഡീസൽ ഫ്യൂവലിനെ ഇഞ്ചക്റ്റ് ചെയ്യുമ്പോൾ തന്നെ അല്ലെങ്കിൽ ഇഞ്ചക്ഷൻ നടക്കുമ്പോൾ തന്നെ അത് ബേൺ ചെയ്യുന്നില്ല. ദർ ഇസ് എ ഡിലേ ബിറ്റ്വീൻ ദി ഇഞ്ചക്ഷൻ ആൻഡ് കമ്പസ്റ്റൻ. ഇഞ്ചക്റ്റ് ചെയ്ത് ഒരു ഡിലേ പീരീഡ് കഴിഞ്ഞതിന് ശേഷമാണ് അവിടെ കമ്പസ്റ്റൻ നടക്കുന്നത്, ആ ഫ്യൂവൽ ബേൺ ചെയ്യുന്നത്. അപ്പോൾ ആ ഡിലേ പീരീഡ് അതിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നതാണ് നമ്മളുടെ CTI നമ്പർ എന്ന് പറഞ്ഞു. ഇപ്പോൾ ലോ CTI നമ്പർ ആണ് എങ്കിൽ ഇഗ്നീഷൻ ഡിലേ കൂടുതലായിരിക്കും, ഹയർ CTI വാല്യൂ ആണെങ്കിൽ ഇഗ്നീഷൻ ഡിലേ. അപ്പോൾ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ദ ഡ്യൂറേഷൻ ബിറ്റ്വീൻ ടൈം ഓഫ് ഇഞ്ചക്ഷൻ ആൻഡ് ടൈം ഓഫ് ഇഗ്നീഷൻ, അത് തമ്മിൽ അതിനിടയിലുള്ള ഡ്യൂറേഷൻ, അതിനെ എന്ത് പറയും? അതിനെ ഡിലേ പീരിയഡ് എന്ന് പറയാൻ പറ്റുള്ളൂ എന്ന് നമ്മൾ കണ്ടു അല്ലേ. സോ ദ ആൻസർ ഈസ് ഡിലേ പീരിയഡ്. ഒരു ചോദ്യം, ഫോർ ഡീസൽ എൻജിൻ ദ മെത്തേഡ് ഓഫ് ഗവേണിംഗ് എംപ്ലോയ്ഡ് ഈസ്. അപ്പോൾ ഡീസൽ എൻജിനിലെ മെത്തേഡ് ഓഫ് ഗവേണിംഗ് എന്താണ് എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻസ് തന്നിട്ടുണ്ട്: ക്വാളിറ്റി ഗവേണിംഗ്, ക്വാണ്ടിറ്റി ഗവേണിംഗ്, ഹിറ്റ് ആൻഡ് മിസ് ഗവേണിംഗ്, നൺ ഓഫ് ദി എബോവ്. ഈ ഒരു ചോദ്യം ഒരുപാട് പരീക്ഷകൾക്ക് ചോദിച്ച് കണ്ടിട്ടുള്ളൊരു ചോദ്യമാണ്. അപ്പോൾ എന്താണ് ഈ ഗവേണിംഗ് എന്ന് നമുക്ക് ആദ്യം ഒന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഉത്തരം കിട്ടും. ഗവേണിംഗ് ഓഫ് IC എൻജിൻസ്. സോ ഗവേണിംഗ് മീൻസ് ദ പ്രോസസ് ഓഫ് പ്രൊവൈഡിങ് എനി അറേഞ്ച്മെൻറ്റ് വിച്ച് വിൽ കീപ് ദി എൻജിൻ സ്പീഡ് കോൺസ്റ്റൻറ്റ്. എൻജിനെ ഒരു നിശ്ചിത RPM അല്ലെങ്കിൽ കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള സ്പീഡിൽ വർക്ക് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നതാണ് നമ്മുടെ ഗവേണിംഗ് മെക്കാനിസങ്ങൾ അക്കോർഡിംഗ് ടു ദി ചേഞ്ചിങ് ലോഡ് കണ്ടീഷൻ. അപ്പോൾ എൻജിനിൽ വരുന്ന ലോഡിനനുസരിച്ച് എൻജിൻ്റെ സ്പീഡ് കൂടാം കുറയാം. അതായത് ഇപ്പോൾ ഒരു എൻജിൻ അത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അതിൻ്റെ ലോഡ് കൂടുന്ന കണ്ടീഷനിൽ എൻജിൻ്റെ സ്പീഡ് കുറയും. ഇനി എൻജിനിലെ ലോഡ് കുറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ലോഡ് കണ്ടീഷൻ അനുസരിച്ച് എൻജിൻ്റെ സ്പീഡ് കൂടാം കുറയാം. അപ്പോൾ അത് എൻജിൻ്റെ സ്പീഡ് ലോഡ് കണ്ടീഷൻ അനുസരിച്ച് ഫ്ലക്ച്വേറ്റ് ചെയ്യാതെ ഒരു കോൺസ്റ്റൻറ്റ് റേഞ്ചിൽ നിലനിർത്താൻ വേണ്ടിയാണ് ഗവേണിംഗ് മെക്കാനിസങ്ങൾ ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ ഗവർണറുകൾ ഉപയോഗിക്കുന്നത്. സോ 3 തരം ഗവേണിംഗ് മെത്തേഡുകളാണ് നമ്മൾ IC എൻജിനിൽ ഉപയോഗിക്കുന്നത്. ഒന്ന് ഹിറ്റ് ആൻഡ് മിസ് ഗവേണിംഗ്, അടുത്തത് ക്വാണ്ടിറ്റേറ്റീവ് ഗവേണിംഗ് ആൻഡ് തേർഡ് വൺ ഈസ് ക്വാളിറ്റേറ്റീവ് ഗവേണിംഗ്. ആദ്യത്തെ ടൈപ്പ് ഹിറ്റ് ആൻഡ് മിസ് ഗവേണിംഗ്. So hit and miss governing, it is applicable to small capacity engines. So in this system of governing, whenever the engine starts running at higher speed, engine speed കൂടുതലാണ്, അങ്ങനെയാണ് എങ്കിൽ ഡ്യൂ ടു ഡിക്രീസ് ഓഫ് ലോഡ് കുറയുന്നതിനനുസരിച്ച് എൻജിൻ്റെ സ്പീഡ് കൂടുന്നു. സം എക്സ്പ്ലോഷൻസ് ആർ ഒമിറ്റഡ് ഓർ മിസ്ഡ്. അപ്പോൾ ചില സിലിണ്ടറുകളിലേക്ക് അല്ലെങ്കിൽ ഹയർ RPMലാണ് എങ്കിൽ അവിടെ ഇഗ്നീഷൻ കട്ട് ചെയ്യുന്നു. ഓക്കെ, സോ ദിസ് ഈസ് ഡൺ വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ സെൻട്രിഫ്യൂഗൽ ഗവർണർ. ദിസ് മെത്തേഡ് ഓഫ് ഗവേണിംഗ് ഈസ് വൈഡ്ലി യൂസ്ഡ് ഫോർ IC എൻജിൻസ് ഓഫ് സ്മോളർ കപ്പാസിറ്റി. ചെറിയ എൻജിനുകളിലാണ് ഹിറ്റ് ആൻഡ് മിസ് ഗവേണിംഗ് ഉപയോഗിക്കുന്നത്. സോ നെക്സ്റ്റ് ടൈപ്പ് ഈസ് ക്വാണ്ടിറ്റേറ്റീവ് ഗവേണിംഗ്. Quantitative governing. In this type of governing, the quality of charge is kept constant. Quality of charge constant ആണ്, but the quantity of mixture supplied to the engine cylinder is varied.
അപ്പോൾ ഇവിടെ എയർ ഫ്യൂവൽ റേഷ്യോ അതിനെ കോൺസ്റ്റൻ്റായി നിലനിർത്തിക്കൊണ്ട് സിലിണ്ടറിലേക്ക് കൊടുക്കുന്ന ഫ്യൂവൽ അതിനെയാണ് അല്ലെങ്കിൽ സിലിണ്ടറിലേക്ക് കൊടുക്കുന്ന എമൗണ്ടിനെയാണ് വാരി ചെയ്യിക്കുന്നത്. ബൈ മീൻസ് ഓഫ് എ ത്രോട്ടിൽ വാൽവ് വിച്ച് ഈസ് റെഗുലേറ്റഡ് ബൈ എ സെൻട്രിഫ്യൂഗൽ ഗവർണർ ത്രൂ റാക്ക് ആൻഡ് പിനിയൻ അറേഞ്ച്മെൻറ്റ്. ദ പെട്രോൾ എൻജിൻസ് യൂസ് ക്വാണ്ടിറ്റേറ്റീവ് ഗവേണിംഗ്. പെട്രോൾ എഞ്ചിനുകളിലാണ് ക്വാണ്ടിറ്റേറ്റീവ് ഗവേണിംഗ് ഉപയോഗിക്കുന്നത്. ക്വാളിറ്റേറ്റീവ് ഗവേണിംഗ്. In this system of governing, a control valve is fitted in the fuel delivery pipe, which controls the quantity of fuel to be mixed in the charge. ഇവിടെ ഫ്യൂവലിൻ്റെ എമൗണ്ടിനെയാണ് കൺട്രോൾ ചെയ്യാൻ പോകുന്നത്. The movement of control valve is regulated by a centrifugal governor through rack and pinion arrangement. So diesel engines use ക്വാളിറ്റി ഗവേണിംഗ്. ക്വാളിറ്റേറ്റീവ് ഗവേണിംഗ് ആണ് ഡീസൽ എഞ്ചിനുകളിൽ നമ്മൾ ഉപയോഗിക്കുന്നത്. So the answer is the method of governing employed in diesel engine is quality governing. അടുത്തൊരു ചോദ്യം. In diesel engine the ignition takes place. ഡീസൽ എഞ്ചിൻ ഇഗ്നീഷൻ നടക്കുന്നത് എങ്ങനെയാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് തന്നിരിക്കുന്നു. ഓട്ടോമാറ്റിക്കലി ഡ്യൂ ടു ഹൈ ടെമ്പറേച്ചർ ഓഫ് കംപ്രസ്ഡ് ഫ്യൂവൽ, കാർബുറേറ്റർ. അടുത്ത ഓപ്ഷൻ തന്നിരിക്കുന്നത് കാർബുറേറ്റർ ആണ്. അടുത്ത ഓപ്ഷൻ തന്നിരിക്കുന്നു ഓട്ടോമാറ്റിക്കലി ഡ്യൂ ടു ഹൈ ടെമ്പറേച്ചർ ഓഫ് കംപ്രസ്ഡ് എയർ. അടുത്ത ഓപ്ഷൻ തന്നിരിക്കുന്നു ബൈ സ്പാർക്ക് പ്ലഗ്. അപ്പോൾ നമുക്ക് ഉത്തരം അറിയാം, പക്ഷേ ഇവിടെ നമ്മൾ കൃത്യമായിട്ട് മുഴുവനായി അത് വായിച്ചില്ല എന്നുണ്ടെങ്കിൽ നമുക്കൊരു കാരണം ഇവിടുത്തെ ഓപ്ഷൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം എന്താണ് ബി അല്ല എന്തായാലും ഉത്തരം. അത് കാർബറേറ്റർ ആണ് വിച്ച് ഈസ് യൂസ്ഡ് ഇൻ പെട്രോൾ എഞ്ചിൻ അല്ലേ. അപ്പോൾ ബി അല്ല. ഇനി സ്പാർക്ക് പ്ലഗ് ഉപയോഗിക്കുന്നത് പെട്രോൾ എഞ്ചിനിലാണ് അല്ലെങ്കിൽ SI എഞ്ചിനിലാണ്. അപ്പോൾ അതുമല്ല ഉത്തരം. ഇനി എയും ബിയും നോക്കിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഡ്യൂ ടു ഹൈ ടെമ്പറേച്ചർ ഓഫ് കംപ്രസ്ഡ്. അപ്പോൾ അത്രയും വായിക്കുമ്പോഴത്തേക്ക് നമ്മൾ എന്തെത്തി, ഒരു കൺക്ലൂഷനിലെത്തി ഓപ്ഷൻ എ ബബിൾ ചെയ്തു. പക്ഷേ നമ്മുടെ ഉത്തരം തെറ്റിപ്പോയി അല്ലേ. അപ്പോൾ അങ്ങനെ വരരുത് എങ്കിൽ നമ്മൾ ആ ഓപ്ഷനുകൾ ഫുള്ളായി കൃത്യമായി 4 ഓപ്ഷനും വായിച്ചതിന് ശേഷം മാത്രമേ ആൻസർ ചെയ്യാൻ പാടുള്ളൂ. So the answer is automatically due to high temperature of compressed air. Okay. അപ്പോൾ നോക്കിയേ കംപ്രസ്ഡ് വരെ എയിലും ബിയിലും ഒരേ കാര്യമാണ്. കംപ്രസ്ഡ് ഫ്യൂവൽ ആണോ എയർ ആണോ എന്നുള്ളതാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളൂ. കംപ്രസ്ഡ് എയർ കാരണമാണ് ഡീസൽ എഞ്ചിനിൽ ഇഗ്നീഷൻ നടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഓപ്ഷൻ സി ഈസ് ദ റൈറ്റ് ആൻസർ. അപ്പോൾ വായിച്ച് നോക്കിയിട്ട് വേണം നമ്മളെപ്പോഴും ആൻസർ ചെയ്യാനായിട്ട്. അടുത്തൊരു ചോദ്യം. ക്യാരക്ടറിസ്റ്റിക് ഡിഫറൻസ് ഓഫ് ഡീസൽ സൈക്കിൾ ഫ്രം ഓട്ടോ സൈക്കിൾ ഈസ് ബൈ. ഡീസൽ സൈക്കിളും എന്താണ് വ്യത്യാസം എന്നുള്ളതാണ് ഇവിടുത്തെ ചോദ്യം. അപ്പോൾ ഈ 2 സൈക്കിളുകളും നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ ഡീസൽ സൈക്കിളാണ് ഡീസൽ എഞ്ചിൻ്റെ വർക്കിങ്ങിന് പിന്നിലുള്ള സൈക്കിൾ. ഇനി ഓട്ടോ സൈക്കിൾ ഈസ് എ സൈക്കിൾ ഓഫ് ഓപ്പറേഷൻ റിലേറ്റഡ് ടു പെട്രോൾ എഞ്ചിൻസ് അല്ലെങ്കിൽ SI എഞ്ചിൻസ്. അപ്പോൾ ഓപ്ഷൻസ് തന്നിരിക്കുന്നു. ഐസോകോറിക് ഹീറ്റ് അഡീഷൻ, ഐസോബാറിക് ഹീറ്റ് അഡീഷൻ, ഐസോതെർമൽ ഹീറ്റ് അഡീഷൻ, ഐസെൻട്രോപ്പിക് ഹീറ്റ് അഡീഷൻ. അപ്പോൾ ഡീസൽ എഞ്ചിനിൽ അല്ലെങ്കിൽ ഡീസൽ സൈക്കിളിൽ ഈ പറഞ്ഞതിൽ ഏത് പ്രോസസ്സിലാണ് ഹീറ്റ് അഡീഷൻ നടക്കുന്നത് എന്ന് നമുക്ക് അറിഞ്ഞിരിക്കണം. അപ്പോൾ ഇവിടെ ഓട്ടോ സൈക്കിളും ഡീസൽ സൈക്കിളും കാണിച്ചിട്ടുണ്ട്. ഫസ്റ്റ് വൺ ഈസ് ദ ഓട്ടോ സൈക്കിൾ ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് ദ ഡീസൽ സൈക്കിൾ. അപ്പോൾ രണ്ടിൻ്റെയും PV ഡയഗ്രമാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൽ കാണുമ്പോൾ തന്നെ നമുക്കറിയാം ദർ ആർ സം സിമിലാരിറ്റീസ്, ഓൾസോ ദർ ഈസ് സം ഡിഫറൻസസ് അല്ലേ. അപ്പോൾ എന്താണ് ഈ ഓട്ടോ സൈക്കിൾ, ഡീസൽ സൈക്കിൾ, എന്തൊക്കെയാണ് ഇതിൽ വരുന്ന പ്രോസസ്സുകൾ എന്ന് മാത്രം നമുക്കൊന്ന് നോക്കാം. ഒരു ഓട്ടോ സൈക്കിൾ. സോ ഓട്ടോ സൈക്കിൾ കൺസിസ്റ്റ് ഓഫ് 4 പ്രോസസ്. ഇപ്പോൾ ഇവിടെ കംപ്രഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് നടക്കുന്നത് 1 to 2 ഇൻഡിക്കേറ്റ്സ് ദി കംപ്രഷൻ പ്രോസസ് വിച്ച് ഈസ് ആൻ ഐസെൻട്രോപ്പിക് കംപ്രഷൻ. ആൻഡ് 2 to 3, അപ്പോൾ 2 to 3യിലാണ് ഇവിടെ ഹീറ്റ് അഡീഷൻ നടക്കുന്നത് അല്ലെങ്കിൽ കമ്പസ്റ്റൻ എന്ന് പറയുന്ന പ്രോസസ്സ് നടക്കാൻ പോകുന്നത്. സോ ദാറ്റ് ഈസ് കോൺസ്റ്റൻറ്റ് വോളിയം പ്രോസസ്. ഓട്ടോ സൈക്കിളിൽ ഹീറ്റ് അഡീഷൻ നടക്കുന്നത് കോൺസ്റ്റൻറ്റ് വോളിയം പ്രോസസ്സിലാണ്. ഓക്കെ. ഇനി 3 to 4 ഇറ്റ് ഈസ് ഓൾസോ ആൻ ഐസെൻട്രോപ്പിക് പ്രോസസ്. ഇറ്റ് ഈസ് എക്സ്പാൻഷൻ പ്രോസസ്. ഇറ്റ് ഈസ് ഐസെൻട്രോപ്പിക് എക്സ്പാൻഷൻ. ഇനി 4 to 1 അതിനെയാണ് ഹീറ്റ് റിജക്ഷൻ പ്രോസസ്സ് വിച്ച് ഈസ് ഓൾസോ എ കോൺസ്റ്റൻറ്റ് വോളിയം പ്രോസസ്. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇൻ എ ഓട്ടോ സൈക്കിൾ
heat addition and heat rejection happens in constant volume process. അപ്പോൾ അടുത്തതായി നമുക്ക് ഡീസൽ സൈക്കിളിലെ പ്രോസസ്സുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. സോ 1 to 2 that is ഐസെൻട്രോപിക് കംപ്രഷൻ. നമ്മൾ പെട്രോൾ എഞ്ചിൻ്റെ വർക്കിങ്ങിൽ അല്ലെങ്കിൽ ഓട്ടോ സൈക്കിളിൽ കണ്ടു. 1 to 2 ഐസെൻട്രോപിക് കംപ്രഷൻ തന്നെയാണ്. ഇപ്പോൾ ഡീസൽ എഞ്ചിനിലാണെങ്കിലും കംപ്രഷൻ പ്രോസസ്സ് നടക്കുന്നത് ഐസെൻട്രോപിക് പ്രോസസ്സാണ്. അടുത്ത പ്രോസസ്സ് 2 to 3 ഹീറ്റ് അഡീഷൻ അല്ലേ, ഹീറ്റ് അഡീഷൻ പ്രോസസ്സ് ഈസ് എ കോൺസ്റ്റൻറ്റ് പ്രഷർ കമ്പസ്റ്റ്യൻ. അപ്പോൾ അവിടെ ഡീസൽ എഞ്ചിനിൽ ഹീറ്റ് അഡീഷൻ നടക്കുന്നത് ഇറ്റ്സ് എ കോൺസ്റ്റൻറ്റ് പ്രഷർ പ്രോസസ്സ്. ഇനി 3 to 4 ഈസ് ഓൾസോ ആൻ ഐസെൻട്രോപിക് എക്സ്പാൻഷൻ. പെട്രോൾ എഞ്ചിനിൽ കണ്ട സിമിലർ ആണ് അല്ലേ. ഇനി 4 to 1 ദാറ്റ് ഈസ് എ കോൺസ്റ്റൻറ്റ് വോളിയം ഹീറ്റ് റിജക്ഷൻ. അപ്പോൾ ഡീസൽ എഞ്ചിനെ സംബന്ധിച്ച് ഹീറ്റ് അഡീഷൻ നടക്കുന്നത് കോൺസ്റ്റൻറ്റ് പ്രഷർ പ്രോസസ്സിലാണ്. ഇനി ഹീറ്റ് റിജക്ഷൻ നടക്കുന്നത് കോൺസ്റ്റൻറ്റ് വോളിയം പ്രോസസ്സിലാണ്. വി ക്യാൻ സേ ദ ക്യാരക്ടറിസ്റ്റിക് ഡിഫറൻസ് ഓഫ് ഡീസൽ സൈക്കിൾ ഫ്രം ഓട്ടോ സൈക്കിൾ. അപ്പോൾ ഓട്ടോയുടെ സ്പെല്ലിങ് OTTO ആണ് കേട്ടോ, ഓട്ടോ. സോ ആൻസർ ഈസ് ഐസോബാറിക് ഹീറ്റ് അഡീഷൻ, കോൺസ്റ്റൻറ്റ് പ്രഷർ പ്രോസസ്സ്. അതിനെയാണ് നമ്മൾ ഐസോബാറിക് പ്രോസസ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഹീറ്റ് അഡീഷൻ നടക്കുന്നത് ഡീസൽ സൈക്കിളിൽ ഹീറ്റ് അഡീഷൻ നടക്കുന്നത് കോൺസ്റ്റൻറ്റ് പ്രഷറിലാണ്. സോ അത് ആൻസർ ഈസ് ഐസോബാറിക് ഹീറ്റ് അഡീഷൻ. അടുത്ത ചോദ്യം, ഇൻ എ ഡീസൽ സൈക്കിൾ എൻജിൻ കമ്പസ്റ്റൻ ടേക്സ് പ്ലേസ് അറ്റ് കോൺസ്റ്റൻറ്റ് പ്രഷറിലാണോ, കോൺസ്റ്റൻറ്റ് വോളിയത്തിലാണോ, കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചറിലാണോ, അതോ കോൺസ്റ്റൻറ്റ് എൻട്രോപ്പിയിലാണോ? അപ്പോൾ നമ്മളിപ്പോൾ ഈ കാര്യം ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ കണ്ടു. ഡീസൽ എൻജിൻസ് ദ കമ്പസ്റ്റൻ ടേക്സ് പ്ലേസ് അറ്റ് കോൺസ്റ്റൻറ്റ് പ്രഷർ. അടുത്തത് നോക്കിങ്ങുമായി ബന്ധപ്പെട്ടൊരു ചോദ്യമാണ്. ഡീസൽ നോക്ക് ഹാപ്പൻസ് വെൻ. ഡീസൽ നോക്ക് ഉണ്ടാവുന്നത് എപ്പോഴാണ്? ഓപ്ഷൻസ് തന്നിരിക്കുന്നു. ഇഗ്നീഷൻ ഡിലേ പീരിയഡ് ഇൻക്രീസസ്, ഇഗ്നീഷൻ ഡിലേ കൂടുമ്പോഴാണ്. ഓപ്ഷൻ ബി തന്നിരിക്കുന്നു. ഇഗ്നീഷൻ ഡിലേ ഡിക്രീസസ്, ഇഗ്നീഷൻ ഡിലേ കുറയുമ്പോഴാണ്. ഇനി അടുത്ത ഓപ്ഷൻ തന്നിരിക്കുന്നു. കംപ്രഷൻ റേഷ്യോ ഈസ് ഹൈ, കംപ്രഷൻ റേഷ്യോ കൂടുമ്പോഴാണ്. ലാസ്റ്റ് ഓപ്ഷൻ തന്നിരിക്കുന്നു നൺ ഓഫ് ദീസ്. സോ ദ ആൻസർ ഈസ് ഇഗ്നീഷൻ ഡിലേ പീരിയഡ് ഇൻക്രീസസ്. ഇഗ്നീഷൻ ഡിലേ കൂടുമ്പോൾ നോക്കിങ്ങിനുള്ള ടെൻഡൻസി കൂടുതലായിരിക്കും. ഇപ്പോൾ നോക്കിങ് എന്താണ്, ഇഗ്നീഷൻ ഡിലേ എന്താണ് എന്നൊക്കെ നമ്മൾ കണ്ടു. സോ ഡീസൽ നോക്കിന് കാരണം ഇഗ്നീഷൻ ഡിലേ കൂടുന്നതാണ്. അടുത്തൊരു ചോദ്യം, കംപ്രഷൻ ഇഗ്നീഷൻ എൻജിൻ CI എൻജിൻസ് ആർ കോൾഡ് ഡീസൽ എൻജിൻസ് ബിക്കോസ്. ഇപ്പോൾ CI എഞ്ചിനെ ഡീസൽ എഞ്ചിൻ എന്ന് വിളിക്കാൻ എന്താണ് കാരണം എന്നുള്ളതാണ് ചോദ്യം. ഇപ്പോൾ ഓപ്ഷൻസ് തന്നിരിക്കുന്നു. ഡീസൽ ഓയിൽ ഈസ് യൂസ്ഡ് ആസ് ഫ്യൂവൽ, ഡീസലാണ് ഇതിൽ ഇന്ധനമായി ഉപയോഗിക്കുന്നത്, അതുകൊണ്ടാണ്. ഓപ്ഷൻ ബി തന്നിരിക്കുന്നു. യൂസ്ഡ് ഇൻ മറൈൻ ആപ്ലിക്കേഷൻസ്, മറൈൻ ആപ്ലിക്കേഷനുകൾക്ക് ഉപയോഗിക്കുന്നത് കൊണ്ടാണ്. ഓപ്ഷൻ സി തന്നിരിക്കുന്നു. ഡീസൽ ഓയിൽ ഈസ് ചീപ്പർ ഫ്യൂവൽ, ഡീസൽ ഓയിൽ ചീപ്പറായിട്ടുള്ള ഫ്യൂവലാണ്, അതുകൊണ്ടാണ്. ഓപ്ഷൻ ഡി തന്നിരിക്കുന്നു. ഇറ്റ് വാസ് ഇൻവെൻറ്റഡ് ബൈ റുഡോൾഫ് ഡീസൽ. ഇപ്പോൾ കൺഫ്യൂഷൻ വന്നു അല്ലേ. അപ്പോൾ ഓക്കെ, എന്തായാലും മറൈൻ ആപ്ലിക്കേഷനിൽ ഉപയോഗിക്കുന്നതുകൊണ്ട് അതിനെ ഡീസൽ എഞ്ചിൻ എന്ന് വിളിക്കേണ്ട കാര്യമില്ല. ഇനി ഡീസൽ ഓയിൽ ചീപ്പർ ആയതുകൊണ്ടും അങ്ങനെ വിളിക്കേണ്ട കാര്യമില്ല. ഇനി ഡീസൽ ഫ്യൂവൽ ഉപയോഗിക്കുന്നത് കൊണ്ടാണോ റുഡോൾഫ് ഡീസൽ ഇൻവെൻറ്റ് ചെയ്തത് കൊണ്ടാണോ? അപ്പോൾ ഡീസൽ എഞ്ചിൻ എന്ന് വിളിക്കുന്നതിന് കാരണം ഇറ്റ് വാസ് ഇൻവെൻറ്റഡ് ബൈ റുഡോൾഫ് ഡീസലാണ്. അപ്പോൾ ഇത് PSC ചോദിച്ചിട്ടുള്ളൊരു ചോദ്യമാണ്. ഇതിൽ നമുക്ക് തെറ്റിപ്പോകാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ് അല്ലേ. കാരണം ഓപ്ഷൻ എ കാണുമ്പോൾ നമ്മൾ എന്തായാലും അത് മാർക്ക് ചെയ്യാനാണ് സാധ്യത കൂടുതൽ. ബട്ട് ദ ആൻസർ ഈസ് ഓപ്ഷൻ ഡി. ഇതൊരു ചോദ്യം, വിച്ച് ഈസ് ടു ബി ചെക്ക്ഡ് ഡെയിലി ടു എൻഷുവർ ട്രബിൾ ഫ്രീ റണ്ണിങ് ഓഫ് ഡീസൽ എഞ്ചിൻ. അപ്പോൾ ഡെയിലി ചെക്ക് ചെയ്യേണ്ട കാര്യം എന്താണ് ഒരു ഡീസൽ എഞ്ചിനെ സംബന്ധിച്ച്? അപ്പോൾ ഓപ്ഷൻസ് തന്നിരിക്കുന്നു. ഓപ്ഷൻ എ ടാപ്പറ്റ് ക്ലിയറൻസ് ആണ് ചെക്ക് ചെയ്യേണ്ടത്. ഓപ്ഷൻ ബി തന്നിരിക്കുന്നു. ക്രാങ്ക് ഷാഫ്റ്റ് ഡിഫ്ലക്ഷൻ ആണ് ടെസ്റ്റ് ചെയ്യേണ്ടത്. ലൂബ്രിക്കേറ്റിംഗ് ഓയിൽ പ്രോപ്പർട്ടീസ് ആണ് ചെക്ക് ചെയ്യേണ്ടത്. ക്രാങ്ക് കേസ് ലൂബ്രിക്കേറ്റിംഗ് ഓയിൽ. ഒരു ചോദ്യത്തിൽ നോക്കുകയാണെങ്കിൽ ടാപ്പറ്റ് ക്ലിയറൻസ് അത് ഡെയിലി പോയി ഡ്രൈവർക്ക് ചെക്ക് ചെയ്യാവുന്ന ഒരു കാര്യമല്ല അല്ലേ. ഇനി ക്രാങ്ക് ഷാഫ്റ്റ് ഡിഫ്ലക്ഷൻ അതും ഡ്രൈവർക്ക് പോയി ചെക്ക് ചെയ്യാവുന്ന ഒരു കാര്യമല്ല. ഇനി ഇവിടെ ലൂബ്രിക്കേറ്റിംഗ് ഓയിൽ പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ലൂബ്രിക്കേറ്റിംഗ് ഓയിലിൻ്റെ പ്രോപ്പർട്ടി ടെസ്റ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്തെങ്കിലും ലാബിലൊക്കെ കൊണ്ടുപോയി ചെക്ക് ചെയ്യേണ്ടി വരും അല്ലേ. അപ്പോൾ ലൂബ്രിക്കേറ്റിംഗ് ഓയിൽ കാണുമ്പോൾ തന്നെ ഓപ്ഷൻ ഡി ബബിൾ ചെയ്യും.
അപ്പോൾ ലൂബ്രിക്കേറ്റിംഗ് ഓയിൽ പ്രോപ്പർട്ടി എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഓപ്ഷൻ ഡി ഈസ് ദ റൈറ്റ് ആൻസർ. ഇപ്പോൾ ക്രാങ്ക് കേസ് ലൂബ്രിക്കേറ്റിംഗ് ഓയിൽ ലെവലാണ് നമ്മൾ ഡെയിലി ചെക്ക് ചെയ്യേണ്ടത് അല്ലേ. അപ്പോൾ അതിൽ ഇത്തരം ക്വസ്റ്റ്യനുകൾ അത് നമ്മൾ റീഡ് ചെയ്ത് ഓപ്ഷൻ ഡി എത്തുമ്പോഴത്തേക്കും നമ്മൾ ആൻസർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടായിരിക്കും. കാരണം സ്പീഡിലാണ് നമ്മളൊരു എക്സാം എഴുതുന്നതിലെ കാര്യം. പക്ഷേ 4 ഓപ്ഷനുകൾ നമ്മൾ എന്തായാലും വായിച്ചതിന് ശേഷം മാത്രമേ ബബിൾ ചെയ്യാൻ പാടുള്ളൂ. അടുത്തൊരു ചോദ്യം, മോസ്റ്റ് സ്യൂട്ടബിൾ മെയിൻ്റനൻസ് സിസ്റ്റം സ്യൂട്ടബിൾ ഫോർ എഫിഷ്യൻറ്റ് റണ്ണിങ് ഓഫ് ഡീസൽ എൻജിൻ പ്ലാന്റ് ഈസ്. ഇപ്പോൾ മെയിൻ്റനൻസുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. ഇപ്പോൾ ഡീസൽ എൻജിൻ പ്ലാന്റ് ആണ്, അങ്ങനെയാണെങ്കിൽ ഇതിൽ താഴെ പറയുന്നതിൽ ഏത് മെയിൻ്റനൻസ് സിസ്റ്റമാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്, ഫോളോ ചെയ്യേണ്ടത്? അപ്പോൾ ഓപ്ഷൻസ് തന്നിരിക്കുന്നു. അഡ്വാൻസ് മെയിൻ്റനൻസ് സിസ്റ്റമാണ് ഉപയോഗിക്കേണ്ടത്. ബ്രേക്ക് ഡൗൺ മെയിൻ്റനൻസ് സിസ്റ്റമാണ് ഉപയോഗിക്കേണ്ടത്. കണ്ടിന്യൂസ് മെയിൻ്റനൻസ് സിസ്റ്റം. അടുത്ത് തന്നിരിക്കുന്നു പ്ലാൻഡ് മെയിൻ്റനൻസ് സിസ്റ്റം. സോ ഫോർ എ ഡീസൽ എൻജിൻ പ്ലാന്റ് വി ഹാവ് ടു യൂസ് പ്ലാൻഡ്. കൃത്യമായ ഇടവേളകളിലാണ് നമ്മളിതിനെ മെയിൻറ്റെയിൻ ചെയ്യുന്നത് അല്ലേ. ഇപ്പോൾ നമ്മൾ കണ്ടു ലൂബ്രിക്കേറ്റിംഗ് ഓയിലിൻ്റെ ലെവൽ അത് നമ്മൾ ഡെയിലി ചെക്ക് ചെയ്യുന്നു. ഇനി ലൂബ്രിക്കേറ്റിംഗ് ഓയിൽ മാറേണ്ടത് കൃത്യമായ ഇടവേളയിലാണ് അല്ലേ. ഒന്നുകിൽ ഇത്ര വാഹനമാണെങ്കിൽ നമുക്ക് ഇത്ര കിലോമീറ്റർ ഓടിയതിന് ശേഷം, അല്ലെങ്കിൽ ഇത്ര ഡ്യൂറേഷൻ, ഇത്ര പീരിയഡ്, അല്ലെങ്കിൽ ഇത്ര സമയത്തിന് ശേഷം അത് റീപ്ലേസ് ചെയ്യണം. ഇനി കൂളൻ്റ് ആണെങ്കിലും അങ്ങനെ തന്നെയാണ് അല്ലേ. അപ്പോൾ ഇതിന് കൃത്യമായൊരു പ്ലാൻഡ് മെയിൻ്റനൻസ് സിസ്റ്റമാണ് ഉപയോഗിക്കേണ്ടത്. ഒരു ചോദ്യം, ഡീകംപ്രഷൻ ലിവർ ഇൻ സ്മോളർ ഡീസൽ എൻജിൻ ഈസ് യൂസ്ഡ് ഫോർ ദ പർപ്പസ് ഓഫ്. ഡീകംപ്രഷൻ ലിവർ എന്തിനാണ് ഉപയോഗിക്കുന്നത്? ഇപ്പോൾ ഓപ്ഷൻസ് തന്നിരിക്കുന്നു. ഈസി ഹാൻഡ് ക്രാങ്കിങ്, ടു സ്റ്റോപ്പ് എൻജിൻ, ടു ഇൻക്രീസ് കംപ്രഷൻ പ്രഷർ, ലാസ്റ്റ് ഓപ്ഷൻ ടു കൺട്രോൾ എൻജിൻ സ്മോക്ക്. അപ്പോൾ ഡീകംപ്രഷൻ ലിവറിൻ്റെ ഉപയോഗം എന്താണ്? പ്രൊവൈഡർ ഓർ ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ഈസി ഹാൻഡ് ക്രാങ്കിങ്. ക്രാങ്ക് ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടിയാണ് ഡീകംപ്രഷൻ ലിവർ ഉപയോഗിച്ചിരിക്കുന്നത്. അടുത്ത ചോദ്യവും ഡീകംപ്രഷൻ ലിവറിനെ വേണ്ടിയാണ്, അല്ലെങ്കിൽ അതിനെ അനുബന്ധിക്കുന്നതാണ്. ഡീകംപ്രസർ അറേഞ്ച്മെൻറ്റ് ഈസ് പ്രൊവൈഡഡ് ഫോർ. ഓപ്ഷൻസ് തന്നിരിക്കുന്നു. ടു സർക്കുലേറ്റ് റെഫ്രിജറൻറ്റ്, ടു ഇൻക്രീസ് വോള്യൂമെട്രിക് എഫിഷ്യൻസി, റിലീസ് പ്രഷർ ഫ്രം സിലിണ്ടർ ഫോർ ഈസി ക്രാങ്കിങ്, ഡിക്രീസ് ഫ്യൂവൽ സപ്ലൈ. നമ്മളിപ്പോൾ കണ്ടു ഡീകംപ്രഷൻ ലിവറിൻ്റെ ഉപയോഗം. ഇറ്റ് ഈസ് ഫോർ ഈസി ക്രാങ്കിങ് അല്ലേ. അപ്പോൾ ഡീകംപ്രഷൻ ലിവർ തുറന്നു വെക്കുന്നത് വഴി സിലിണ്ടറിലെ പ്രഷർ അതിനെ റിലീസ് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ ഡീസൽ എൻജിൻസിന് ഹയർ കംപ്രഷൻ റേഷ്യോ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ക്രാങ്ക് ചെയ്യാനായിട്ട് ഡിഫിക്കൽട്ടാണ് അല്ലേ. അപ്പോൾ അതുകൊണ്ട് അതിനെ ഓവർകം ചെയ്യാൻ വേണ്ടി കൊടുത്തിരിക്കുന്ന ഒരു അറേഞ്ച്മെൻ്റ് ആണ് ഡീകംപ്രഷൻ ലിവർ. അടുത്തൊരു ചോദ്യം, ഇൻ ഓർഡർ ടു എലിമിനേറ്റ് നോക്കിംഗ് ഇൻ CI എൻജിൻസ് ദർ ഷുഡ് ബി. ഇപ്പോൾ നോക്കിംഗ് ഒഴിവാക്കണമെങ്കിൽ എന്ത് വേണം എന്നുള്ളതാണ് ചോദ്യം. ഷോർട്ട് ഡിലേ പീരിയഡ്, ലോ കംപ്രഷൻ റേഷ്യോ, ലേറ്റ് ഓട്ടോ ഇഗ്നീഷൻ, ഹൈ സെൽഫ് ഇഗ്നീഷൻ ടെമ്പറേച്ചർ ഫോർ ഫ്യൂവൽ. നമുക്കറിയാം നോക്കിംഗ് സംഭവിക്കുന്നത് അത് ഡിലേ പീരിയഡ് കൂടുന്നത് കൊണ്ടാണ് അല്ലേ. അതുകൊണ്ട് നോക്കിംഗ് ഒഴിവാക്കണമെങ്കിൽ ടു എലിമിനേറ്റ് നോക്കിംഗ് ദർ ഷുഡ് ബി ലോ ഓർ ഷോർട്ട് ഡിലേ പീരിയഡ് കുറവായിരിക്കണം. അടുത്ത ചോദ്യം, ദാറ്റ് ഈസ് CRDI സ്റ്റാൻഡ്സ് ഫോർ. CRDI എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അപ്പോൾ CRDI ഡീസൽ ഫ്യൂവൽ സിസ്റ്റവുമായി ബന്ധപ്പെട്ട ഒരു ടേമാണ്. അപ്പോൾ ഓപ്ഷൻസ് തന്നിരിക്കുന്നു. കോമൺ റെയിൽ ഡ്യുവൽ ഇഞ്ചക്ഷൻ, കോമൺ റാക്ക് ഡയറക്റ്റ് ഇഞ്ചക്ഷൻ, കോമൺ റെയിൽ ഡയറക്റ്റ് ഇഞ്ചക്ഷൻ. ഇവിടെ നേരത്തെ നമ്മൾ ഉത്തരം അറിയാവുന്ന ഒരാൾക്ക് പോലും ഓരോന്നും കൃത്യമായി വായിച്ചില്ല എങ്കിൽ തെറ്റിപ്പോകാനുള്ള സാധ്യത കൂടുതലാണ്. സോ CRDI ഇപ്പോൾ കോമൺ റെയിൽ ഡീസൽ ഇഞ്ചക്ഷൻ ആണോ കോമൺ റെയിൽ ഡയറക്റ്റ് ഇഞ്ചക്ഷൻ ആണോ എന്നൊരു സംശയം തോന്നേണ്ട കാര്യമില്ല. CRDI സ്റ്റാൻഡ്സ് ഫോർ കോമൺ റെയിൽ ഡയറക്റ്റ് ഇഞ്ചക്ഷൻ. കോമൺ റെയിൽ ഡീസൽ ഇഞ്ചക്ഷൻ അല്ല. ഓക്കെ, കോമൺ റെയിൽ ഡയറക്റ്റ് ഇഞ്ചക്ഷൻ ആണ് CRDI. ഇന്നത്തെ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ സീരീസിൽ നമ്മൾ നോക്കിയത് ഡീസൽ എൻജിൻ എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്നും ചോദിച്ചിരിക്കുന്ന
ഇപ്പോൾ ഇഗ്നീഷൻ ഡിലേ, സീറ്റെയിൻ നമ്പർ, നോക്കിംഗ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ബന്ധപ്പെട്ട് ചോദിച്ചിരിക്കുന്ന ചോദ്യങ്ങളാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളിലെല്ലാം നമ്മളൊരു കാര്യം, ആ കൺസെപ്റ്റ് എന്താണെന്ന് കൃത്യമായി മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് അതുമായി ബന്ധപ്പെട്ട് ചോദിക്കുന്ന എല്ലാ ചോദ്യങ്ങളെയും അപ്പോൾ ആ ഒരു രീതിയിലാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ക്ലാസ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതേപോലുള്ള കൂടുതൽ വീഡിയോസ് വരുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായി നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടി ബെല്ലൈക്കൺ കൂടെ അമർത്തുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും പുതിയൊരു ടോപ്പിക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക്